ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി അംബ്രല്ല ഫ്രോക്കാട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. 1 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പാകത്തിനുള്ള ഒരു സെമി അംബ്രല്ല ഫ്രോക്കാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വെട്ട് കഷ്ണങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കളയാതെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമുക്കിതുപോലുള്ള മനോഹരമായിട്ടുള്ള ഉടുപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരേപോലത്തെ തുണി തന്നെ വേണമെന്നൊന്നുമില്ല. 2 ടൈപ്പ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്കർട്ടിനും ഒന്ന് യോക്കിനും ഒക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പീസ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് യോക്കിനുള്ള പീസാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഉടുപ്പ് തയ്ച്ചതിൻ്റെ ബാക്കി പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും ഒന്ന് പറയാം. ലെങ്ത്തും 8 ഇഞ്ച്, വിഡ്ത്തും 8 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് യോക്ക് വേണ്ടത് 7.5 ഇഞ്ചാണ്. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 8 ഇഞ്ചിലൊന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിഡ്ത്തും നമുക്ക് 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് നെക്കിൻ്റെ വിഡ്ത്തൊന്നും നമുക്ക് അധികം വേണ്ട. ഒരു 1.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 1.25, ഷോൾഡർ വന്നിട്ട് 2.5 ഇഞ്ചിലാണ് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ ആം ഹോള് ഞാനൊരു 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അളവിൽ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. എന്നിട്ട് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ഞാനിപ്പോൾ ഒരു 5.5 ഇഞ്ച് ആണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. 5.5, 5.25 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെയും ആ ഒരു 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ 5.5യും താഴെ 5 ഇഞ്ചും മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 1.25 തന്നെയാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 1.25 അതുപോലെ നെക്കിൻ്റെ ലെങ്ത്തും 1.25. അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് ഒരേ ലെങ്ത്തിലായതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ബോക്സ് പോലെ വരച്ചതിന് ശേഷം നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. റൗണ്ട് നെക്കാണ് ഇവിടെ വയ്ക്കുന്നത്. ബാക്കിലൊരു ചെറിയ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉടുപ്പ് ഇടാൻ എളുപ്പത്തിനായിട്ട്. നിങ്ങൾക്ക് സിബ് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ അളവുകളൊക്കെ ഒന്നുകൂടെ പറയാം. നെക്കിൻ്റെ വിഡ്ത്ത് 1.25, ഷോൾഡർ 2.5, ആം ഹോള് 4 ഇഞ്ച്, ചെസ്റ്റ് വന്നിട്ട് 5.5 ഇഞ്ച്, വേസ്റ്റ് 5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു മാർക്കിങ്ങിൽ കൂടി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ താഴ്ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തൊന്ന് വരയ്ക്കുകയാണ്. കാരണം ഈ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു വശത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഇതിൻ്റെ സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിത് അളന്ന് നോക്കിയപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ നമ്മളൊരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് മുകളിലും താഴെയും 1/4 ഇഞ്ച് വെച്ചിട്ട് പോകുമ്പോൾ ഏകദേശം 7.5 ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ 20 ഇഞ്ച് ഫുൾ ലെങ്ത്തുള്ള ഒരു ഫ്രോക്കാണെങ്കിൽ 7.5 ഇഞ്ച് പോയി കഴിയുമ്പോൾ ബാക്കി വരുന്നത് 12.5 ഇഞ്ചാണ്. അപ്പോൾ ആ 12.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച്, അതായത് 14 ഇഞ്ചിലാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷൻ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പീസ് തുണി 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മളൊരു കോണോട് കോൺ മടക്കിയെടുക്കുകയാണ്. നമ്മൾ അംബ്രല്ല സ്കേർട്ടൊക്കെ വിട്ടില്ലേ, അതുപോലെ തന്നെ കോണോട് കോൺ മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. യോക്ക് പോർഷൻ കറക്റ്റ് നമുക്കതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ചൊക്കെ ഇട്ടേച്ചാൽ മതി. കാരണം ഇത് റൗണ്ട് ചെയ്തിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ കൃത്യം അളവിൽ വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിതിന് വേറെ കാൽക്കുലേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എവിടെയാണോ ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടുന്നത് ആ ഒരു ഭാഗം വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തേച്ചാൽ മതി. അതിന് ശേഷം ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് 12.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്, അതായത് 14 ഇഞ്ച്. ആ 14 ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു. മുകളിൽ നിന്ന് ടേപ്പ്, ആ ഒരു മുകളിൽ നമ്മളൊരു ലൈൻ വരച്ചില്ലേ, ആ ലൈനിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 14 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മുകളിൽ ഞാൻ വരച്ചിരിക്കുന്നത് നല്ല തെളിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു.
ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തെളിച്ച് വരച്ചിട്ടുണ്ട്. ആ മുകളിലത്തെ ലൈനിൽ നിന്ന് താഴേക്കാണ് കേട്ടോ നമ്മൾ 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. ഇനി നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ തന്നെ ലൈനിങ്ങിൻ്റെ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം തുണി തന്നെയാണ് ലൈനിങ്ങും വെക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ തുണി സെപ്പറേറ്റ് മേടിച്ച് വേറെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ലൈനിങ്ങും വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരേപോലെ വെച്ചിട്ട് നമുക്ക് ആം ഹോള്, നെക്ക് എന്നിവയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ 4 ഇഞ്ച് പ്രഷർ ഫുട്ടിൻ്റെ ആ ഒരു വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെക്കും ചെയ്തിട്ടുണ്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഷോൾഡറിൽ കൂടെ അല്ല സ്റ്റിച്ച് ചെയ്ത് വന്ന, മുകളിൽ ആ ലൈനിങ്ങിൻ്റെ പീസിൽ കൂടെ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഷോൾഡർ നമ്മൾ കൂട്ടിയടിച്ചിട്ടില്ല. എന്നിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ട. അതിനുശേഷം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ യോക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു ലൈനിങ് ഇട്ടിട്ട് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മുടെ റെഡിയായി. ഇത് ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിൻ്റെ സെൻറ്ററിൽ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ബാക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയും ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുന്നില്ല. അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ താഴേക്ക് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു വി ഷേപ്പ് വന്നേക്കണ ആ ഭാഗമില്ലേ, അതൊന്ന് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നില്ല, 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. താഴെ ഒന്നും സ്റ്റിച്ച് ചെയ്തില്ല. താഴെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഭാഗവും തയ്യൽ തുമ്പെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് മറച്ചിടണ്ട കേട്ടോ. അത് മറച്ചിടുന്നതിന് മുമ്പ് നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടില്ലേ, അതിൻ്റെ ഷോൾഡർ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ബാക്ക് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ കറക്റ്റായിട്ട് വലിച്ചിടുകയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പ് കാണാതിരിക്കാനാണ്, കാണാതെ സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ലൈനിങ്ങും താഴെ മുകളിലുമായിട്ട് വരണം. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും താഴെ മുകളിലുമായിട്ട് വരണം. അത് മാത്രം ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഒരുപോലെയാണോ ഇരിക്കണേ, മുകളിലും താഴെയായിട്ടാണോ ഇരിക്കണേന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും നമുക്ക് പുറമേക്ക് ഒന്നും കാണാനില്ല ഇതിൽ. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ബോഡിയിൽ യാതൊരുവിധ ഇറിറ്റേഷൻസും ഉണ്ടാവില്ല. കോട്ടൺ ആയാലും അതുപോലെ തന്നെ ഏത് തരം മെറ്റീരിയൽ ആയാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ സെൻറ്ററും നമ്മുടെ യോക്കിൻ്റെ സെൻറ്ററും ഒരേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വന്നിട്ട് 11 ഇഞ്ചാണ് വരുന്നത്. 2 സൈഡിലേക്കും 5.5 വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് 5.5 ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലേക്കും 5.5 നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. താഴെ വേസ്റ്റ് വരുന്നത് 5 ഇഞ്ചാണ്. അതും ആ ഒരു സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യുക. സെൻറ്ററിലാണ് ഞാനിപ്പോൾ വരച്ചെടുത്തത്. എന്നിട്ട് ഇപ്പുറത്തേക്കും 5.5 അപ്പുറത്തെ സൈഡിലേക്കും 5.5 ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് താഴേക്കും ആ ഒരു ഷേപ്പ് താഴെ വരെ വരച്ചെടുക്കുക. ഇനി ആ വരയെക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ഉടുപ്പ് റെഡിയായി. നമുക്ക് ഇനിയിപ്പോൾ കെട്ടാൻ വള്ളി എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അതല്ല ബാക്കിൽ പടി വേണമെങ്കിൽ ആ രീതിയിലും വയ്ക്കാം. ഞാനിപ്പോൾ ഇതൊന്നും വയ്ക്കുന്നില്ല. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്കാണിത്. അപ്പോൾ ഇത് അധികം തുണിയൊന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള തുണി മാത്രം മതി. ലൈനിങ്ങിൻ്റെ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി പീസൊക്കെ കാണുമല്ലോ, അതൊക്കെ ആയാലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള തുണി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കാണാനൊരു ഭംഗി വേണമല്ലോ.
ഇനി ഇതിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കാം. അമ്പർല ആയതുകൊണ്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അതായത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി അടിക്കുക. അങ്ങനെ മടക്കി അടിച്ച് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ. അതല്ലാതെ ഒറ്റയടിക്ക് 2 പ്രാവശ്യം മടക്കി അടിച്ച് കഴിയുമ്പോൾ ചുളുങ്ങിക്കിടക്കും. അപ്പം ഞാനിതിന് 2 ബട്ടൺസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഉടുപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരളവ് കറക്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള തുണിയൊക്കെ വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.